കുട്ടനാട് MLA റെജി ചെറിയാനെതിരെ വിമർശനവുമായി അമ്പലപ്പുഴ MLA ജി സുധാകരൻ. അറിയിപ്പില്ലാതെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയതിനാണ് പൊതുവേദിയിൽ വിമർശനമുയർത്തിയത്. തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് റെജി ചെറിയാൻ ജി സുധാകരനെ അറിയിക്കാതെ എത്തിയത്. കുട്ടനാട്ടിലെ MLA ഇവിടെ വന്ന് പരിശോധിക്കുകയാണ്. ഞാനിവിടെ 20 വർഷം MLA ആയിരുന്നു. എനിക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലവും അറിയാം. ഇത് അമ്പലപ്പുഴ MLAയുടെ പ്രിവിലേജ് ലംഘിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അഹങ്കാരമാണ്. അഹങ്കാരം ഒരു സാധാരണ MLA ആണെങ്കിൽ ചെയ്യത്തില്ല. സമ്പത്ത് അതൊന്നും അമ്പലപ്പുഴക്കാരോട് വേണ്ട. അതൊന്നും അംഗീകരിക്കും. ഒരു MLAയുടെ മേൽ വേറൊരു MLA അധികാരം സ്ഥാപിക്കുന്നത് എവിടെ വേണ്ടില്ല. അതും ആദ്യമായിട്ട് വരുന്ന 20 വർഷം MLA ആയി പരിചയമുള്ള ഒരാളോടാണ്. ഇതൊക്കെ ഇവിടെ നടക്കുകയാണ്. അശ്വിൻ പാലാഴ് ചേരുകയാണ്. അശ്വിൻ, ജനപ്രതിനിധികളൊക്കെ സാധാരണ തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നത് പതിവാണ്. ഇതിപ്പോൾ അധികാരം സ്ഥാപിക്കില്ലെന്നൊക്കെ ജി സുധാകരൻ വ്യാഖ്യാനിക്കുന്ന സാഹചര്യം എന്താണ്? അതാ യു ഡി എഫിൽ ഒരു MLA ആണ്. UDFന്റെ പിന്തുണയോടുകൂടി ജയിച്ച ജി സുധാകരൻ അതിരൂക്ഷമായി പൊതുവേദിയിൽ വിമർശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി എന്തിനായിരുന്നു റെജി ചെറിയാന്റെ സന്ദർശനം എന്നതുകൂടി പ്രധാനമാണ്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കണമെങ്കിൽ കൃത്യസമയത്ത് ഇത് തുറക്കേണ്ടതുണ്ട്, സ്പിൽവേ തുറക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്കൊപ്പം കഴിഞ്ഞ ആഴ്ച റെജി ചെറിയാൻ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലെത്തിയത്. പക്ഷേ ഈ കാര്യം തന്നെ അറിയിച്ചില്ല എന്നുള്ളതാണ് ജി സുധാകരന്റെ പരാതി. അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് പൊതുവേദിയിൽ നടത്തിയത്. നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ ഒരു പരാതി കൊടുത്താൽ റെജി ചെറിയാൻ ശിക്ഷിക്കപ്പെടും എന്നൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഒപ്പം ആദ്യമായാണ് റെജി ചെറിയാൻ ജയിക്കുന്നത്. അങ്ങനെ ജയിച്ച ഒരാൾ മറ്റൊരു MLAക്ക് മേൽ അധികാരം സ്ഥാപിക്കുകയാണ് എന്നടക്കമുള്ള വിമർശനങ്ങളും. ഒപ്പം റെജി ചെറിയാൻ ആലപ്പുഴയിൽ നടത്തുന്ന ബാർ ഹോട്ടലിനെതിരെയും വിമർശനം നടത്തിയിട്ടുണ്ട്. താൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് തന്നോടൊരു സ്നേഹം റെജി ചെറിയാൻ ഉണ്ടാവില്ല, അവിടെ വെള്ളമടിക്കാൻ പോകുന്ന മറ്റു നേതാക്കളെയൊക്കെ തനിക്കറിയാം എന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനം ഇന്ന് എന്തായാലും വേദിയിൽ ഈ പൊതുവേദിയിൽ തന്നെ സുധാകരൻ ഉന്നയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.